ഹായ് ജോഫി ജോസാണ് കുരിശ് ജംഗ്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഏപ്രിൽ 10 ഒരുപാട് സിനിമകൾ റിലീസായ ദിവസമാണ്. പക്ഷെ നമുക്ക് ഏറ്റവും പ്രിഫറൻസ് ഫസ്റ്റ് തന്നെ കാണണമെന്ന് തോന്നിയത് ബസൂക്കയായിരുന്നു. മമ്മൂക്കയുടെ സിനിമയാണ്. അതുമാത്രമല്ല, ഈ സിനിമയുടെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അപ്പൊ അങ്ങനെ ബസൂക്ക കാണാൻ പോയി. അതിന്റെ വിശേഷങ്ങളാണ്. ആദ്യം ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിന്റെ പിന്നാമ്പുറ കഥകൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കലൂർ ഡെന്നീസ്, മമ്മൂട്ടി പഴയകാല സൂപ്പർ ഹിറ്റ് പടങ്ങളുടെ ഒരു വലിയൊരു ഘടകങ്ങളായിരുന്നു കലൂർ ഡെന്നീസിന്റെ തിരക്കഥയിൽ വിരിഞ്ഞ ഒരുപാട് മമ്മൂട്ടി ചിത്രങ്ങൾ. അപ്പോൾ ആ കലൂർ ഡെന്നീസിന്റെ മകനായ ഡിനോ ഡെന്നീസ് ഒരുക്കുന്ന സിനിമ, സംവിധാനം, കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം ഡിനോ ഡേവിസ്. ഡിനോയുടെ ചേട്ടൻ ഡീൻ ഡെന്നീസ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, മെയിൻ ഒരു ക്യാരക്ടർ. അപ്പൊ അങ്ങനെ വന്നൊരു സിനിമ. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള കഥകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ച വെച്ചു. ഇവൻ കഥയായിട്ട് മമ്മൂട്ടിനെ കാണാൻ പോകുന്നു. മമ്മൂട്ടി അവനോട് പറയുന്നു, നിന്റെ ഫാദർ കഥ എഴുതുമെന്ന് വിചാരിച്ചിട്ട് നിനക്ക് ഈ പരിപാടി പറ്റിയതാണ്, നീ വേറെ വല്ല പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ പറയുന്നു. അവസാനം ഈ പടത്തിന്റെ തിരക്കഥ ജോഷി, ഷാജി കൈലാസ്, അങ്ങനെ ഒരുപാട് സംവിധായകരെ കാണിച്ചു. പക്ഷെ അവർ പറഞ്ഞു, നീ തന്നെ ഇത് ചെയ്യ്. അങ്ങനെ മമ്മൂട്ടിയുടെ അടുത്തെത്തുന്നു. മമ്മൂട്ടിക്ക് തിരക്കഥ ഇഷ്ടപ്പെടുന്നു. മമ്മൂട്ടി തന്നെ പറയുന്നു, നിന്റെ മനസ്സിലുള്ള സംഭവങ്ങൾ ആവിഷ്കരിക്കണമെങ്കിൽ നീ തന്നെ സംവിധാനം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു സംവിധായകന്റെ കൂടെ അസിസ്റ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ സംവിധാനം എന്തെന്ന് അറിയാത്ത ഡീൻ ഡെന്നീസ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയൊക്കെ ഷൂട്ടിംഗ് പഠിക്കുന്നു. പിന്നെ VK പ്രകാശ് അല്ലെങ്കിൽ 1-2 പേരുടെ കൂടെ പോയി 5-10 ദിവസം, അതായത് 1-2 ആഴ്ച കൊണ്ട് സംവിധാനത്തിന്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ച് സ്റ്റോറി ബോർഡൊക്കെ വരച്ച് ഒരുക്കിയ സിനിമ. പടം നേരത്തെ അനൗൺസ് ചെയ്തതായിരുന്നു. ഈ നമ്മുടെ എറണാകുളം എന്ന് വേണ്ട, കേരളം ഒട്ടാകെ ഇടിവെട്ട് പോസ്റ്ററുകൾ, മമ്മൂട്ടിയുടെ ഇടിവെട്ട് പോസ്റ്ററുകളൊക്കെ കണ്ടപ്പോൾ പടം സൂപ്പർ ഹിറ്റ് ആവും. മമ്മൂട്ടിയുടെ ആ ഫാഷൻ ലുക്കൊക്കെ കണ്ടപ്പോൾ എല്ലാവരും കോരിത്തരിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് സിനിമയ്ക്ക് പോയി. എനിക്ക് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്, മമ്മൂട്ടിയുടെ ഫാൻ ബോയ് ആയിട്ടുള്ള ഒരു പയ്യൻ ഒരുക്കിയ ഒരു ഫാഷൻ ഷോ. മമ്മൂട്ടി പല ഗെറ്റപ്പിൽ വരുന്നു, പല കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുന്നു, ഇങ്ങനെ തുണി മാറ്റുമ്പോൾ നിറച്ച് തോക്കിരിക്കുന്നത് കാണിക്കുന്നു, കുറെ വിന്റേജ് കാറുകൾ ഉപയോഗിക്കുന്നു. പക്ഷേ സത്യത്തില് നമ്മൾ ഈ പടം കണ്ടോണ്ടിരിക്കുമ്പോൾ എന്ത് പടം, എനിക്ക് ഭയങ്കര നിരാശ തോന്നി. അവസാനം പടം കണ്ടിറങ്ങുമ്പോൾ മമ്മൂട്ടി ഈ പടത്തില് അവസാന നിമിഷങ്ങളിൽ നാക്കുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ പടം കണ്ടിറങ്ങി നമ്മളും അതുപോലെ ആയി പോയോ എന്നാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര നിരാശയായിരുന്നു. പടം ഒരു രീതിയിലും ഇമോഷണലി ത്രില്ലർ അല്ലെങ്കിൽ ഫാമിലി രംഗങ്ങളായിക്കോട്ടെ റിവഞ്ചാന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇവരെന്തൊക്കെയോ തിയേറ്ററിൽ കാട്ടിക്കൂട്ടുന്നു, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വെറുതെ അടിച്ചു കയറ്റി വിടുന്നത് സൈദിന് വക. ആളുടെ ഒരു പാട്ടും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഹക്കീമാണ് മമ്മൂട്ടിയുടെ കൂടെ ഫുൾ ടൈം ആയിട്ട് കാണിക്കുന്ന ഒരു ആക്ടർ. ഒരു വിമാനത്താവളത്തിൽ ഒരു കന്യാസ്ത്രീ ഒരു പെയിന്റിംഗ് ആയിട്ട് പോകുന്നു. ആ കന്യാസ്ത്രീനെ കാണിക്കുന്ന സിനിമ, എനിക്ക് ഡീൻ ഡെന്നീസിന്റെ ഒരു കാര്യം എനിക്ക് തോന്നിയത്, ആൾക്കും ഭയങ്കര ക്ലാസ് ആയിട്ട് ഈ പടത്തെ അപ്രോച്ച് ചെയ്യണമായിരുന്നു. അപ്പൊ ഫസ്റ്റ് സീൻ തന്നെ ഒരു വിദേശ വനിതാ ലുക്കുള്ള ഒരു ലേഡി, വിദേശ വനിതയായിരിക്കാം, ഒരു കന്യാസ്ത്രീ വേഷം ഇട്ട് ഒരു പെയിന്റിംഗ് കൊണ്ടുപോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഒരു മോഷണം എന്നൊക്കെയുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷെ അവരെ ഏതാണ് ചുണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള ചുണ്ടും മറ്റേ എന്തൊക്കെയോ വൈകൃതമായിട്ടുള്ള, അല്ലെങ്കിൽ വേറെ ഏതോ ലോകത്തെ ഒരു സ്ത്രീയെ പോലെ ഇന്റർനാഷണൽ ലുക്ക്, ഹോളിവുഡ് ലുക്കൊക്കെ കൊടുക്കാൻ തോന്നുന്നൊരു സ്ത്രീയിൽ കൂടി ആരംഭിക്കുന്ന സിനിമ. പിന്നെ കുറച്ച് കഴിഞ്ഞ് സീൻ ബൈ സീൻ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഒരു സീരിയൽ സെറ്റപ്പിലേക്ക് പോകുന്നു. ഒട്ടും സുഖകരമല്ലാത്ത രീതിയിലുള്ളൊരു ബസ്സിന്റെ ഉള്ളിലെ സെറ്റപ്പ് ഒക്കെ കാണിക്കുമ്പോൾ തീർത്തും ഭയങ്കര അരോചകമായിട്ടുള്ള സിനിമ. ഒരു രീതിയിലും ത്രില്ലടിപ്പിക്കുന്നില്ല. മമ്മൂട്ടി വരുന്നു, മമ്മൂട്ടി ഒരു കഥ പറയുന്ന ഒരാളുടെ റോളിലേക്ക് എത്തുന്നു. മമ്മൂട്ടിനെ കാണിക്കുന്നതൊക്കെ ഡീറ്റെയിലിംഗ് ഭയങ്കരമായിട്ട്, സ്കെച്ചേഴ്സിന്റെ ഷൂ ആണ് മമ്മൂട്ടി ഇട്ടേക്കുന്നൊക്കെ കാണിക്കാതെ ആ രീതിയിലൊക്കെ മമ്മൂട്ടി ഷൂ ഒക്കെ ഭയങ്കര ക്ലോസപ്പ് ഷോട്ട്. മമ്മൂട്ടി ഒരുപാട് വസ്ത്രങ്ങൾ, മമ്മൂട്ടിനെ അഭിജിത്ത് എന്തോ ആണ് മമ്മൂട്ടിയുടെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരുപാട് ഡ്രസ്സുകൾ മമ്മൂട്ടി മാറി ഇടുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ, വിന്റേജ്. മമ്മൂട്ടിയേക്കാളും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് എനിക്ക് ഗൗതം മേനോന് ഉണ്ട് എന്ന് തോന്നുന്നു. പിന്നെ സിദ്ധാർത്ഥ ഉണ്ട്, ഈ ഡിനോ ഡെന്നീസിന്റെ ബ്രദർ ഒരു മെയിൻ റോളിലുണ്ട്. സിദ്ധാർത്ഥ ഭരതനൊക്കെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ സിദ്ധാർത്ഥ ഭരതനെ കാണാനില്ല കേട്ടോ. പോലീസിന് എപ്പോഴും പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറെ കള്ളന്മാര്, ആ കള്ളന്മാരൊന്നും നമ്മുടെ മനസ്സിൽ കയറുന്നില്ല. ഇവരൊക്കെ എന്തെങ്കിലും ചെയ്തോട്ടെ, നമുക്ക് എന്തെന്നുള്ള രീതിയിലുള്ള കഥ നമ്മളിങ്ങനെ വെറുതെ കണ്ടിരിക്കും. ഇതിങ്ങനെ ഇരിക്കും. അതായത് മറ്റേ സോഷ്യൽ മീഡിയ ഗെയിമിംഗ് ആട്ടോ, ഗെയിമിംഗ് വഴി മോഷണം നടത്തുന്ന അല്ലെങ്കിൽ ഗെയിം അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വില്ലൻ, അതൊന്നും നമുക്കൊന്നും ഒരു തരി പോലും മനസ്സിലാവുന്നില്ല. കഥ ഒരു സ്ഥലത്ത് നമുക്ക് പിടികിട്ടില്ല. ഈ പടം എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യം കണ്ടാലാണ് എന്താണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലാവുള്ളൂ. പറഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും ബോറടിക്കായിരുന്നു. മമ്മൂട്ടിയുടെ ഫാനിസം ഞരമ്പിൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്നവരാണെങ്കിലും മമ്മൂട്ടിയുടെ ഈ ഫാഷൻ ഷോ, മമ്മൂട്ടിയുടെ വെറൈറ്റി ഗെറ്റപ്പുകളൊക്കെ കാണുമ്പോൾ ഒരു കോൾമയിൽ കൊള്ളാം. അല്ലാതെ നമുക്ക് ഈ പടത്തിനെ
ഒരു രീതിയിലും ഈ ഇന്നിറങ്ങിയ സിനിമകളിലെ സൂപ്പർ ഹിറ്റ് മൂവി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇന്ന് വേറെ ഒരാളുടെ റിവ്യൂ ഒന്നും കാണാതെയാണ് എന്റെ റിവ്യൂ ആയിട്ട് ഞാൻ പറയുന്നത്. ഡയലോഗ് പ്രസന്റേഷൻ ആയാലും ഒന്നുമില്ല. മമ്മൂട്ടീനെ എന്തോ ബിഗ് ബി സെറ്റപ്പിലൊക്കെ കാണിക്കാനൊക്കെ നോക്കുന്നുവെങ്കിലും നമുക്ക് അതൊന്നും മനസ്സിൽ കയറില്ല. നമുക്ക് വെറുതെ കണ്ടിരുന്ന അവസാനം എത്തുമ്പോഴേക്കും പടം എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നുള്ളൊരു ചിന്തയിലെത്തി. ഒരാളും കൈയടിക്കുന്നില്ല, ഒരാളും. മമ്മൂട്ടി ഫാൻസൊക്കെ ചിലപ്പോൾ കൈയടിക്കാം, പക്ഷെ നമുക്ക് നിരാശയായിരുന്നു ഫലം. ഇതിന്റെ പിന്നില് ഡിനോ ഡെന്നീസ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു എന്നൊക്കെയുള്ള കഥ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ ആയിട്ടില്ല ഡിനോ ഡെന്നീസിന്റെ സംരംഭങ്ങൾ. ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അല്ലെങ്കിൽ കൂടുതൽ ഇതിന്റെ പിന്നിൽ അറിഞ്ഞിട്ട് ഇതേപോലുള്ള വലിയ ആക്ടറിനെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പഠിച്ച് ചെയ്താൽ നമുക്ക് ഇതിനും കൂടെ രസകരമായിട്ട് ഈ സിനിമ തോന്നുമായിരുന്നു. ഇവര് എന്തോ ഇന്റർനാഷണൽ ലെവലിലേക്ക് ഇന്റർനാഷണൽ ഗെയിമുകളൊക്കെ കാണിച്ച് നമ്മളെ ടെമ്പിൾ റൺ, പാമ്പും കോണിയും എന്ന് വേണ്ട മിക്ക ഗെയിമുകളൊക്കെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡിനോ ഡെന്നീസ് സംവിധാനം പഠിക്കാത്തതിന്റെ ഒരു കുറവ് ഈ പടത്തിൽ ഒരുപാടുണ്ട്. ഭയങ്കര ക്ലാസിക് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഹെവി ഹോളിവുഡ് ടച്ചിലൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ആൾ കുറെ ശ്രമിച്ചു. നിമിഷാണ് ഇതിന്റെ ക്യാമറ, എഡിറ്റിങ് പ്രവീൺ, ഇവരൊക്കെ ഒന്നും മോശമാക്കിയെന്നല്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ സൈദ ആളൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ലൗഡ് വോയിസിൽ പാട്ടൊക്കെ ഇട്ട് മമ്മൂട്ടിന്റെ സ്ലോ മോഷൻ, അറഞ്ചും പുറഞ്ഞ എഡിറ്റിങ്, ഈ ന്യൂജൻ സിനിമ കാണിക്കുന്ന അല്ലെങ്കിൽ ന്യൂജൻ സിനിമ ഇങ്ങനെയായിരിക്കണമെന്ന് അവകാശപ്പെടുന്ന ഒരുപാട്, അതായത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ മൊബൈൽ സംഭാഷണങ്ങൾ ഇങ്ങനെ ടിക്കിട്ടിക്കിട്ടിന്ന് പോവുക, കുറെ റോബോട്ടിക് സൗണ്ട് ഒക്കെ കാണിച്ചിട്ട് വീഡിയോ കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ മെസ്സേജുകൾ എഴുതി കാണിക്കുന്നു, അങ്ങനത്തെ ഒരു സംഭവം. നമുക്ക് ആദ്യം മമ്മൂട്ടിനെ കാണിക്കുമ്പോൾ മറ്റേ വിജയനെ കാണിക്കുന്ന പോലെ മമ്മൂട്ടിയുടെ ക്യാരക്ടറുകളൊക്കെ, ഇതുവരെ ചെയ്ത ക്യാരക്ടറുകളൊക്കെ മമ്മൂട്ടിയുടെ മുഖത്ത് ഇങ്ങനെ ഗ്രാഫിക്സ് ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ രസമുണ്ട്. പിന്നെ ഈ പടത്തില് അവർക്ക് ഷൂട്ട് ചെയ്തിട്ട് അത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല, ആ രംഗങ്ങളൊക്കെ ആനിമേഷൻ ആയിട്ട് കാണിച്ചേക്കുക. അതൊക്കെ ഭയങ്കര ബോറായിട്ടുണ്ട്. അപ്പോൾ അതുവരെയുള്ള രംഗങ്ങളൊക്കെ ശരിക്കും റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഈ രംഗം അവർക്ക് ചെയ്യാൻ പറ്റാത്തതാണോ എന്തോ മിസ്സായതാണോ ഒന്നും അറിയില്ല. ആ സാധനം അവര് ആനിമേഷൻ ആയിട്ട് കാണിക്കുന്നു. അപ്പൊ ഈ സീനുകളൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നില്ല. ഈ പടം അങ്ങനെ തന്നെ. പിന്നെ ഒരു ക്യാമിയോ റോൾ ഉണ്ട്. ക്യാമിയോ റോള് ഈ പടത്തിന്റെ സാരാംശം അല്ലെങ്കിൽ ഈ പടം എന്താണെന്നുള്ളത് ശരിക്കും ഈ ക്യാമിയോ റോളിൽ മുൻനിർത്തി നമുക്ക് പറയാം. വിനിത തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ തെറിയും പ്രാക്കും, അല്ലെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന 1-2 കഥാപാത്രങ്ങളുണ്ടല്ലോ. ഈ വിനിത തിയേറ്ററിന്റെ മുമ്പിൽ നടക്കുന്ന 2 പേര്. അതിലൊരാള് ആളെ കാണിക്കുന്ന ഗെറ്റപ്പ് സൂപ്പർ ബൈക്കൊക്കെ വന്ന് നിൽക്കുന്നു, അപ്പുറത്ത് തോക്കൊക്കെ വെച്ച് വേറെ ലെവല് ഭയങ്കര സീരിയസ് സമയം, അതായത് കൈയും കാലും ഒക്കെ അനങ്ങുന്നൊക്കെ സ്ലോ മോഷൻ ഭയങ്കര ക്ലോസപ്പ് ഷോട്ടൊക്കെ കാണിച്ചിട്ട് ഹെൽമെറ്റ് ഇങ്ങനെ പൊക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഈ വിനിത തിയേറ്ററിലെ ഒരു കക്ഷി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ തിയേറ്ററിൽ ചിരി പൂരപ്പറമ്പ്. ഈ സിനിമ അങ്ങനെ തന്നെ മമ്മൂട്ടിയുടെ ഭയങ്കര ഗെറ്റപ്പുകൾ സെറ്റപ്പുകളൊക്കെ കാണിച്ച് നമ്മളെ ഇങ്ങോട്ട് കൊതിപ്പിച്ചിട്ട് എറണാകുളം നല്ല കേരളക്കരയാകെ ഒട്ടാകെ മമ്മൂട്ടി ഡിഡിവിട്ട് പോസ്റ്ററുകളൊക്കെ വെച്ച് നമ്മളെ തിയേറ്ററിലേക്ക് മാടി വിളിച്ചിട്ട് മമ്മൂട്ടി ഒരു രീതിയിലും നമ്മളെ അട്രാക്ട് ചെയ്യാത്ത സംഭാഷണങ്ങളും ഒരു രീതിയിൽ നമ്മളെ അട്രാക്ട് ചെയ്യാൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ തുടക്കമൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഇവിടെ അലക്കല് ഈ ഓൺലൈൻ ഗെയിമിങ് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിച്ചാലും ഈ പടത്തിൽ ഇത് റിവഞ്ചാന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് നമുക്ക് റിവഞ്ച് തോന്നുന്നില്ല, കോമഡി ആയിട്ട് തോന്നുന്നത്. കോമഡി സീനുകൾ എന്നൊക്കെ പറഞ്ഞാൽ ബസ്സിലൊക്കെ ഇങ്ങനെ തോക്ക് ചൂണ്ടി കഴിഞ്ഞാൽ വെടിപൊട്ടില്ല എന്ന് ഉറപ്പാണ്. തോക്ക് ഇങ്ങനെ ചൂണ്ടുന്നു, അപ്പോഴേക്കും തോക്ക് ഇങ്ങനെ തിരിച്ച് വില്ലൻ ഇങ്ങനെ വാങ്ങിക്കുന്നു, പെൺകുട്ടികളെ അടിച്ചിടിച്ച് തെറിപ്പിക്കുക. പക്ഷെ ആറ്റിറ്റ്യൂഡൊക്കെ ഇവന്റെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. കുറേ മോഡൽസ് ആയിട്ടുള്ള കുറെ പെൺകുട്ടികളൊക്കെ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ഒരാൾക്കും മമ്മൂട്ടിക്ക് പോലും നമ്മുടെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. പിന്നത്തെ കാര്യം പറയണോ, ബാബു അന്യൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സുമിത് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബിയിലൊക്കെ മമ്മൂട്ടിയുടെ ഏറ്റവും ഇളയ അനിയനായിട്ട് കാണിക്കുന്ന പയ്യനൊക്കെ അവനൊരു ഡയലോഗ് പോലും ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ ഒതളങ്ങ തുരുത്തിലെ ഒരുപാട് പേര് നമ്മുടെ ആ വെബ് സീരീസിൽ ഒരുപാട് പേരുണ്ട്. ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോഴേക്കും സിനിമയിലെ ട്വിസ്റ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. എനിക്ക് ആ സീനാണ് ഓർമ്മ വന്നത്. മമ്മൂട്ടി ഇങ്ങനെ ഡാൻസറായിട്ട് അയ്യോ ഈ കുട്ടി എന്നെ ചവിട്ടി എന്ന് പറയുന്ന ഒരു സീനൊക്കെ ഇല്ലേ, അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഒരു രീതിയിലും പാളിപ്പോവാതെ സിനിമ എടുക്കണം എന്നുള്ളൊരു സാധനം ഉള്ളിൽ വേണമായിരുന്നു. അത് പലയിടത്തും മിസ്സായി. തിരക്കഥയായിക്കോട്ടെ സംഭാഷണം ആയിക്കോട്ടെ ഒരു രീതിയിലും നമ്മളെ കണക്ട് ചെയ്യുന്നില്ല. ശരിക്കും ഈ പടം അവസാനം ആകുമ്പോൾ എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ വേറെ ആയിരിക്കാം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഈ പടം എൻജോയ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടാവാം. ഡിനോ ഡെന്നീസ് ഇനി ഒരുപാട് പഠിക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു, ഞാൻ പറയുന്നതൊക്കെ തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ, ഞാൻ വേറെ ഒരു റിവ്യൂ പോലും കണ്ടിട്ടില്ല. ഞാൻ ഈ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഇട്ട റിവ്യൂ ആണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. ഇത്രയേ ഉള്ളൂ. എന്നെ നിരാശപ്പെടുത്തിയ സിനിമയാണ്. ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ബാക്കി സിനിമകളുടെ വിശേഷമായിട്ട് ഞാൻ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ കുരിശേഷിന്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
താങ്ക് യു.